Good morning. So, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ ഡെറ്റ് ആണ് നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെറ്റ്. ഓക്കെ, കോസ്റ്റ് ഓഫ് റെഡീമബിൾ ഡെറ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് KD is equal to I plus 1/n into RV minus NP whole divided by half RV plus NP into 100. This is before tax. Idilum before tax and after tax and. Okay. Now I'll also write down the after tax formula, then I'll explain what these things are. Okay. Cost of debt is equal to, as usual, പഴയ ഫോർമുലയിൽ നിങ്ങൾക്ക് അറിയാം, ആഫ്റ്റർ ടാക്സിൻ്റെ കണ്ടൻറ്റ് വരുമ്പോൾ only thing that changes is the I. ഓക്കെ, അപ്പോൾ ഐയുടെ ഒപ്പം 1 minus T into I into 1 minus T plus 1/n into RV minus NP whole divided by half RV plus NP into 100 after tax. Okay, now what is each of these things എന്നുള്ളത് നമുക്ക് നോക്കാം. I നിങ്ങൾക്കറിയാം ഇൻട്രസ്റ്റ്, RV എന്ന് പറഞ്ഞാൽ റെഡീമബിൾ വാല്യൂ. ഓക്കെ, റെഡീമബിൾ വാല്യൂ. Now what is redeemable value? Redeemable value എന്ന് പറഞ്ഞാൽ the value that is paid out on redemption. റിഡംഷൻ്റെ സമയത്ത് പേ ഔട്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് റെഡീമബിൾ വാല്യൂ എന്ന് പറയുന്നത്. NP നിങ്ങൾക്കറിയാം, ഓൾറെഡി നമ്മൾ ഡീൽ ചെയ്തത്. NP ഇസ് ദി നെറ്റ് പ്രൊസീഡ്സ്. ഓക്കെ, നെറ്റ് പ്രൊസീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വരുന്ന എമൗണ്ട്. സോ RV ഈസ് ദി എമൗണ്ട്. ഇപ്പോൾ ഇവിടെ N എന്തുകൊണ്ടാണ് വരുന്നത്? ബിക്കോസ് ദിസ് ഇസ് റെഡീമബിൾ. റെഡീമബിൾ പറഞ്ഞാൽ എന്താ? കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. അങ്ങനത്തെ ലോണുകൾ, നമ്മളൊരു ഹൗസിംഗ് ലോൺ എടുത്തു, അല്ലെങ്കിൽ ഒരു കാർ ലോൺ എടുത്തു, അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കണ്ടേ? അതാണ് റിഡംഷൻ വാല്യൂ. അവിടെ റിഡംഷൻ വരുന്നുണ്ട്, തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ക്ലിയർ? സോ ദാറ്റ് ഈസ് ഇറ്റ്. N സ്റ്റാൻഡ്സ് ഫോർ ദി നമ്പർ ഓഫ് ഇയേഴ്സ്. സോ ദാറ്റ് ഈസ് ബേസിക്കലി യുവർ ഫോർമുല. ദിസ് ഈസ് ബിഫോർ ടാക്സ്, ദിസ് ഈസ് after tax. Hope there is no confusion in this. T is the tax rate. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ. Okay, so this is the basic formula for this type of problem. നമുക്ക് ഇനി ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് I'll teach you how to do this. നമ്മൾ രണ്ട് വെറൈറ്റി പ്രോബ്ലം നമുക്ക് ചെയ്യാം, so that you get a better understanding. So let's look at the first problem. Assuming that a firm pays a tax at 50% rate, compute the after tax cost of debt capital in the following cases. First case, a perpetual bond. നമുക്ക് എന്താ അറിയാം, പെർപ്പച്വൽ ബോണ്ട് എന്ന് വെച്ചാൽ എന്താ? ഇറഡീമബിൾ. നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലം. ഓക്കെ, a perpetual bond at par, issued at par with the coupon rate of 7%. Okay, and second sub problem ആണ്. Second one, a 10-year 8% 1,000 rupee bond sold at 950 less 4% underwriting. ഓക്കെ, 1000 രൂപയുടെ ബോണ്ടാണ്. അത് നമ്മൾ സെല്ല് ചെയ്യുന്നത് 950 റുപ്പീസിനാണ്. സെല്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് സെക്കൻഡ് പ്രോബ്ലം ആഫ്റ്റർ വി ഡു ദ ഫസ്റ്റ് വൺ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് പ്രോബ്ലം. ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറയുന്നത് എന്നിട്ടാണ്, ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രോബ്ലം പറയുന്നത് എന്നിട്ടാണ്? പെർപ്പച്വൽ ബോണ്ടാണ് അല്ലേ? സോ കോസ്റ്റ് ഓഫ് ഡെറ്റ് എന്താണ് ഈ കേസിൽ? KD is equal to I into 1 minus T whole divided by NP into 100. Okay, so interest എത്രയാണ് വരുന്നത്? 7% ആണ്. 7% ആണ്. So since no amount is given, പ്രത്യേകിച്ചൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല, we can assume the value of the bond is 100 rupees. Okay, so 7. Okay, 7%, 7 by 100 എന്ന് പറയുമ്പോൾ 7 into 1 minus 50% ആണ് ടാക്സ് റേറ്റ്. സോ 0.5 ഡിവൈഡഡ് ബൈ 100 into 100. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 into 0.5. ഓക്കെ, രണ്ടും കട്ടാവാണ്. 7 into 0.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5%. ക്ലിയർ? അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ തന്നെ
മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഈ ക്വസ്റ്റനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഇസ് 7%. സോ യു ക്യാൻ സേ ഇറ്റ് ഇസ് അറൌണ്ട് 7%. പക്ഷേ ഇവിടെ ടാക്സ് ഒരു 50% ഉള്ള കാരണം the cost gets reduced by half. Clear? So the cost of debt is 3.5%. Okay, that is the first one. Now let's get into the second part of the problem. Second part of the problem is a 10-year 8% 1,000 rupee bond is sold at 950 rupees less 4% underwriting 50% tax. Clear? 50% tax, 10-year bond, 8% rate, 1,000 rupees bond ആണ്, അത് നമ്മൾ 950 rupeesന് സെൽ ചെയ്യുന്നു. Now how do you interpret this question? See, 1,000 rupee bond എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫേസ് വാല്യൂ ആണ്. ഓക്കെ, ദിസ് 1,000 rupee ഈസ് ദ ഫേസ് വാല്യൂ. ക്ലിയർ? അതിനെ നമ്മൾ വിൽക്കുന്നു എന്ന് പറയുന്നത് ദിസ് ഇസ് ദി എമൗണ്ട് ദാറ്റ് വി ആർ ഗെറ്റിംഗ്. നമ്മളൊരു സാധനം വിൽക്കാൻ 1000 രൂപയുടെ ബോണ്ടാണ്. ബോണ്ട് എന്ന് പറയുമ്പോൾ ഇമാജിൻ എ ഡോക്യുമെൻറ്റ്. ഓക്കെ, ഒരു ഷീറ്റ് ഓഫ് പേപ്പർ. ആ പേപ്പർ നമ്മൾ വിറ്റിട്ട് നമുക്ക് 950 rupees കിട്ടുന്നു. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? നമ്മുടെ കയ്യിലേക്ക് പൈസ വരാണ്. ഓക്കെ, കയ്യിലേക്ക് 950 rupees വരാണ്. സോ കയ്യിലേക്ക് 950 rupees വരുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്? ദിസ് ബിക്കംസ് ദി നെറ്റ് പ്രൊസീഡ്സ്. നെറ്റ് പ്രൊസീഡ്സ് എന്തിനാ? നമുക്ക് കയ്യിലേക്ക് വരുന്ന പൈസ. അപ്പോൾ ഈ 950 rupeesനൊപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് നെറ്റ് പ്രൊസീഡ്സിനൊപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫ്ലോട്ടേഷൻ കോസ്റ്റ്, ദാറ്റ് ഇസ് അണ്ടർ റൈറ്റിംഗ് എക്സ്പെൻസ് പോലത്തെ എക്സ്പെൻസുകൾ നമ്മൾ കുറയ്ക്കണം എന്നുള്ളത്. സോ ആക്ച്വൽ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുമ്പോൾ 950 മൈനസ് 4% ഓഫ് 950. ഓക്കെ, അപ്പോൾ റിഡംഷനിൽ എന്താ സംഭവിക്കുന്നത്? ആഫ്റ്റർ 10 years നമ്മൾ എന്താ ചെയ്യണേ? ഈ 1,000 rupees നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. വി ആർ റിഡീമിങ് അറ്റ് ദി ഫേസ് വാല്യൂ. സോ ദിസ് ബിക്കംസ് വാട്ട് യുവർ റിഡംഷൻ വാല്യൂ ഓൾസോ. ക്ലിയർ? So this is how we will do the problem. Let's solve the problem. So cost of redeemable bond എന്ന് പറയുന്നത് KD is equal to I into 1 minus T plus 1 by N into RV minus NP whole divided by half RV plus NP into 100. Alright, so let's look at this. ഈ കേസിൽ ഇൻട്രസ്റ്റ് എത്രയാണ് വരുന്നത്? ഇൻട്രസ്റ്റ് ഇസ് 1,000 rupee ബോണ്ടാണ്. 1,000 rupeeയുടെ 8%. ഓക്കെ, 8% ഓഫ് 1,000 rupee എന്ന് പറയുന്നത് 80 into 1 minus T. ടാക്സ് എത്രയാണ്? 0.5 മൈനസ് 0.5 പ്ലസ് 1 by N എത്രയാണ്? 10 years. ഓക്കെ, 1 by 10 into RV. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ RV ഈസ് ബേസിക്കലി യുവർ 1,000 rupee. ഓക്കെ, ഈ കേസിൽ 1,000 rupee ആണ് RV. സോ RV ഈസ് 1,000 rupee മൈനസ് NP. നമ്മൾ പറഞ്ഞു സോ ഹൗ ഡു യു കാൽക്കുലേറ്റ് NP കാൽക്കുലേറ്റ് ചെയ്യുന്നത് 950 മൈനസ് 4% ഓഫ് 950 അല്ലേ? സോ അങ്ങനെ നോക്കുമ്പോൾ you can find out NP by 950 into 4% reduce ചെയ്യണമെങ്കിൽ 96%. 96 by 100. നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 912. ഓക്കെ, 912 is the value. Whole divided by half 1,000. RV എന്ന് പറയുന്നത് 1,000 plus NP 912 into 100. Okay. So when you do that, 80 ഇത് 1 minus 0.5 എന്ന് പറയുമ്പോൾ 0.5. 80യുടെ 0.5 എന്ന് പറയുമ്പോൾ that is equal to 40 plus 912 minus 1,000. അതായത് 88 ആണ്. 88 divided by 10 എന്ന് പറയുമ്പോൾ 8.8 divided by 1,912 divided by 2, that is 956 വരുന്നുണ്ട്. ഓക്കെ, 956 വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 48.8 divided by 956 into 100. That will give you a total of 5.1%. 5.1% is the cost of capital. Okay, നിങ്ങളുടെ cost of capital എന്ന് പറയുന്നത് 5.1%. Now why is it 5.1%? കാരണം എന്താ സംഭവിക്കുന്നത് ഇവിടെ? കാരണം ഒന്ന് ടാക്സിൻ്റെ ബെനിഫിറ്റ് നമുക്ക് 0.5 വരുന്നുണ്ട്, അതല്ലാണ്ട് 4% അണ്ടർ റൈറ്റിംഗ് കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ്
we are selling a 1,000 rupee thing at discount. ഇത് 1,000 rupee ഉള്ള ഫേസ് വാല്യൂ ഉള്ള സാധനം നമ്മൾ 950-ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ വി ആർ സെല്ലിംഗ് ഇറ്റ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് റിഡീമിങ് ഇറ്റ് പാർ. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് കാരണമാണ് 8% ഉണ്ടായിരുന്ന സാധനം നമുക്ക് 5.1% കോസ്റ്റ് ഓഫ് ഡെറ്റിൽ വരുന്നത്. ഓക്കെ, so let's start this with another problem. A 5-year ₹100 debenture can be sold for a net price of ₹96.5. The coupon rate is 14%. The debenture will be redeemed at a 5% premium on maturity. Okay, 5% premium on maturity. Tax rate 40%. Calculate the cost of debenture. Okay, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആഫ്റ്റർ ടാക്സ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ആഫ്റ്റർ ടാക്സ്. Before tax and after tax തമ്മിൽ വലിയ വ്യത്യാസമില്ല. Only thing is that is changing is the tax element. So we'll do the after tax. That is the most asked question. After tax value ആണ് കൂടുതൽ ചോദിക്കുന്നത്. Okay, now what is the formula for that? KD is equal to I into 1 minus T plus 1 by N into RV minus NP whole divided by half RV plus NP into 100. Clear? Now interest ആദ്യം നോക്കാം നമുക്ക്. Interest എന്ന് പറയുമ്പോൾ let's look at the question. Interest is 14%. Okay, 14% ആണ് 100 rupee debenture. So naturally interest എത്ര വരണേ? Interest will be 14 into 1 minus T. നമുക്കറിയാം ടാക്സ് പറഞ്ഞിരിക്കുന്നത് 40% ആണ്. So 1 minus 0.4 plus N എന്ന് പറഞ്ഞാൽ എത്രയാ? 5-year debenture ആണിത്. So 1 by 5 into RV. Now RV ആണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. RV എന്തിട്ടാണ് പറയുന്നത്? What is RV? Redemption value. Now ഇതിനകത്ത് പ്രത്യേകിച്ച് റിഡംഷനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇപ്പോൾ റിഡംഷനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണില്ലെങ്കിൽ ആ ഫേസ് വാല്യൂ തന്നെയാണ് നിങ്ങളുടെ റിഡംഷൻ വാല്യൂ. പക്ഷേ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ്? 5% പ്രീമിയം ഓൺ മെച്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് റിഡീം ചെയ്യുമ്പോൾ 100 അല്ല, 100ൻ്റെ പുറത്തൊരു 5% പ്രീമിയം ഉണ്ട്. ദാറ്റ് ഈസ് 105 rupees. സോ യുവർ RV വിൽ ബി 105. ആൻഡ് NP എന്ന് പറയുന്നത് NP is the amount that you receive, that is 96.5. വേറെ ഫ്ലോട്ടേഷൻ കോസ്റ്റിൻ്റെ കാര്യം ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. സോ ഇറ്റ് ഇസ് 96.5. സോ 96.5 bracket close here, whole divided by half 105 plus 96.5 into 100. Clear? Then that is 14 into 0.6 plus 1 by 5 into 105 minus 96 എന്ന് പറയുമ്പോൾ 8.5 whole divided by half into 201.5 into 100. Okay, that is 8.4 plus 1.70 whole divided by 100.75 into 100. That is equal to 10.1 divided by 100.75 into 100. That is equal to 10.025%. Okay, 10.025%. Now കൂപ്പൺ റേറ്റ് നമുക്ക് 14% ആണ് വന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് 96.5. നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള 5% പ്രീമിയം 105 ആയിട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് വി ഹാവ് എ ടാക്സ് ബെനിഫിറ്റ് ഓഫ് 40%. ക്ലിയർ? അതുകൊണ്ട് തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബിക്കം 10.025%. ക്ലിയർ? സോ ഇപ്പോൾ റിഡംഷൻ വാല്യൂവിൽ ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ പ്രീമിയത്തിൽ അടയ്ക്കേണ്ടി വരുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദിസ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഈ പറഞ്ഞിട്ടുള്ള നെറ്റ് പ്രൊസീഡ്സ് ആണെങ്കിലും നെറ്റ് പ്രൊസീഡ്സ് പാർ പ്രീമിയം ഡിസ്കൗണ്ട് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ റിഡംഷൻ വാല്യൂവിൽ വരുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ആൻഡ് ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദ പ്രോബ്ലം. താങ്ക് യു.